സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. കൊല്ലത്ത് ശക്തമായ കാറ്റിൽ പ്ലാവ് കടപുഴകി വീണ് വീട് തകർന്നു. മലയോര മേഖലകളിലും മഴ തുടരുകയാണ്. കാലവർഷം ശക്തമായതോടെ സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമായി. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് ഗേൾസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. സ്കൂളിന് പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. സമീപത്തുള്ള മതിലും അപകടാവസ്ഥയിലാണ്. നേരത്തെ കുറച്ച് ഇങ്ങനെ തള്ളി നിപ്പുണ്ടായിരുന്നു. ക്ലാസ് റൂമിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നതാണ്. താഴെ കുട്ടികൾ ഇതിലെയാണ് നടന്നു പോകുന്നതും വണ്ടികളും പോകുന്നത്. പത്തനംതിട്ട കോന്നി കൂടൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്തെ ആൽമരം കടപുഴകി വീണു. സ്കൂൾ മുറ്റത്ത് ആൽമരം വീഴാൻ കാരണം ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയെന്നാണ് PTA ഭാരവാഹികളുടെ ആരോപണം. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ 2 ദിവസത്തിനുള്ളിൽ മുറിച്ചു മാറ്റുമെന്ന് കോന്നി തഹസിൽദാർ അജേഷ് 24നോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിനകത്തൊരു അടിയന്തര ഇടപെടലല്ലേ വേണ്ടത്? വളരെ അടിയന്തരമായിട്ട് തന്നെ അതിപ്പോൾ ഒരു 2 ദിവസത്തിനകം അതിൻ്റെ നടപടി ഉണ്ടാവും. അതിന് വലിയ ആശ്വാസമായിരിക്കും കുട്ടികൾക്കും സ്കൂൾ മാനേജ്മെന്റിനും. അതെ, ഇടപെടലുണ്ടാവും. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി. കൊല്ലം മരുതമൺ പള്ളിയിൽ ശക്തമായ കാറ്റിൽ പ്ലാവ് കടപുഴകി വീണ് വീട് തകർന്നു. മുൻ വാർഡ് മെമ്പറും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്റെ മോൻ അച്ഛാന്ന് വിളിക്കുന്ന കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. അപ്പൊ എന്റെ കുഞ്ഞിനെ ഞാൻ വിളിക്കുന്നു, മോനെ മോനെ എന്ത് പറ്റിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴത്തേനും എന്റെ കുഞ്ഞ് അമ്മ ഓടിടിഞ്ഞ് വീണ് എന്ന് പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. കോഴിക്കോട് പേരാമ്പ്രയിൽ അതിശക്തമായ മഴ പെയ്തു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. തൃക്കൊടിത്താനത്ത് വീടിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.